വിവിധ സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. അസമിൽ BJP സർക്കാർ തുടരുമെന്നും പശ്ചിമ ബംഗാളിൽ BJP അട്ടിമറി വിജയം നേടുമെന്നും പിന്നെ തമിഴ്നാട്ടിൽ വിജയിയുടെ മുന്നണിക്ക് നിർണായകമായ ലീഡ് കിട്ടുമെന്ന് ഒരു സർവേയും എന്നാൽ ബാക്കി എല്ലാവരും DMKയുടെ തുടർച്ചയും ഒക്കെ പ്രവചിക്കുമ്പോഴും ഈ എക്സിറ്റ് പോളിൽ രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണ് കൃത്യമായി ഫലം ഒരു ഏകപക്ഷീയ സ്വഭാവത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അസമിനെക്കുറിച്ചും മറ്റൊന്ന് കേരളത്തെക്കുറിച്ചുമാണ്. കേരളത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം UDF മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് സർവേ ഫലം പറയുന്നത്. എന്നാൽ അത് പറയുമ്പോഴും 10 വർഷം ഭരിച്ചിരുന്നതിൻ്റെ അത്രയും ആൻറ്റി ഇൻകുംബൻസിയോടെ തികച്ചും ഇടതുപക്ഷം പ്രസക്തമായി പോകുന്ന, തകർന്നു പോകുന്ന, സാധാരണ പ്രവചിച്ചതുപോലെ 100+ എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് നിലവിലില്ല എന്നാണ് ഇപ്പോഴത്തെ എക്സിറ്റ് പോൾ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. യാഥാർത്ഥ്യം എക്സിറ്റ് പോളിന് പല പരിമിതികളുമുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതിൽ CNN News 18 UDF 70-80, LDF 58-68, 0-4 NDA. PMark 71-79 UDF, 62-69 LDF, 1-4 NDA. Matrix 70-75 UDF, 60-65 LDF, 3-5 NDA. People's Pulse 75-85 UDF, 55-65 LDF, NDA 0-3. C Times Now 72-84 UDF, 52-61 LDF, 3-7 NDA. NDTV 75-85 UDF, 55-65 LDF, 0-3 NDA. Axis My India 78-90 UDF, 49-62 LDF, 0-3 NDA. Days Chanakya 72-80 UDF, 60-65 LDF, 3-7 NDA. ഇതാണ് പ്രധാനമായും ഒരു ട്രെൻഡ് പോളുകൾ എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുകൂടാതെ UDFന് അനുകൂലമായി പറഞ്ഞിട്ടുള്ള സർവേകൾ ബിഗ് TV 75-85, മനോരമ ന്യൂസ് 69-82, റിപ്പോർട്ടർ TV 68-78, മീഡിയ 1 TV 65-75, 24 ന്യൂസ് 66-76, ഏഷ്യാനെറ്റ് ന്യൂസ് 64-72, ന്യൂസ് 18 കേരള 64-72, മറുനാടൻ മലയാളി 75-82 എന്നൊക്കെ പറഞ്ഞിട്ട് UDFന് അനുകൂലമായ സർവേകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് എക്സിറ്റ് പോളാണ്, മറ്റുള്ളത് പ്രീ പോൾ സർവേ ആണ്. ഈ സർവേയിൽ ആകെ നോക്കുമ്പോൾ ഞാൻ ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ആണ് പ്രധാനമായും ഒരു അവലംബമായി എടുക്കുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 5% വോട്ടിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് റൂറൽ ഏരിയയിൽ 3-4, അർബൻ ഏരിയയിൽ 5-7 ഒക്കെ സംഭവിക്കുന്ന രീതിയിൽ. അപ്പോൾ ആവറേജ് ഒരു 5% വോട്ടിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ 5% വോട്ട് കൃത്യമാണെങ്കിൽ UDFന് ഏതാണ്ട് ഒരു 85+ ഒക്കെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. ഏതായാലും എല്ലാ സർവേകളും UDFന് അനുകൂലമായിട്ടാണ് പറയുന്നത്. പിന്നെ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം ഇലക്ഷനെ സമീപിക്കുമ്പോൾ പിണറായി സർക്കാർ അദ്ദേഹം ഒരു ക്യാപ്റ്റനായും ഒരു ട്രബിൾ ഷൂട്ടറായും ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു മേധാവിയായും ഒക്കെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു ക്യാപ്റ്റൻ 1 എന്നുള്ള ഒരു മെസ്സേജോടുകൂടിയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ രണ്ടാം ഊഴം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഇമേജിന് കാര്യമായ കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും മുഖ്യമന്ത്രിമാരുടെ പട്ടികയിൽ ഇപ്പോഴും 31% പേർ ആക്സിസ് ഇന്ത്യയിൽ അദ്ദേഹത്തെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതും കാണേണ്ടതുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ഒന്നാം പിണറായി സർക്കാർ കഴിയുമ്പോൾ ജനങ്ങളുടെ പൊതുവിൽ ഈ കോവിഡ് മാനേജ്മെൻറ്റ്, പ്രളയം മാനേജ്മെൻറ്റ് ഒക്കെ അടക്കമുള്ള പിന്നെ പെൻഷൻ, ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളുമായി നല്ല റീച്ചുള്ള ഒരു ഭരണാധികാരിയിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോഴേക്കും സോഷ്യൽ എഞ്ചിനീയറിംഗ് ആകെ പാളിയ സ്ഥിതിയിലായിരുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി എൻഡയറായി പാർലമെൻറ്റ് ഇലക്ഷനും മുതൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അടക്കം ഇങ്ങോട്ട് മാറി കാണിച്ച ഒരു ട്രെൻഡ് അതുപോലെ തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാന സത്യം. മറ്റു പല പരിപാടികളും എതിർവശത്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ പറഞ്ഞ അവർക്ക് വേണ്ടത്ര വോട്ട് കിട്ടിയില്ല എന്ന് വരികിലും തകർന്നു പോകുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ വോട്ടുകൾ ഗണ്യമായ ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇലക്ഷൻ പ്രചരണം ആകെ എടുത്തു നോക്കിയാലും കോൺഗ്രസിൽ സാധാരണ എപ്പോഴും ഒരു വലിയ ക്രൗഡ് പുള്ളറായി പ്രൊജക്റ്റ് ചെയ്യാറുള്ള ചിലരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒന്നെങ്കിൽ കരുണാകരൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, AK ആൻ്റണി എന്നൊക്കെ പറയുന്ന പ്രമുഖരുടെയൊക്കെ അഭാവം ഇലക്ഷൻ പ്രചരണ വേളയിൽ എല്ലായിടവും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ ഇന്നത്തെ കാലത്തോട് എത്രമേൽ യോജിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രത്യേകമായ ഒരു മുഖം എടുത്ത് എല്ലാ ആളുകൾക്കും സ്വീകാര്യമായത് എന്നുള്ള നിലയിൽ ഒരു ക്യാമ്പയിൻ, അവരുടെ തരത്തിലുള്ള ഒരു ക്യാമ്പയിനുകൾ പിന്നെക്ക് പകരം ഈ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ജൻസിയെ ആകർഷിക്കുന്ന തരത്തിലുള്ള റോഡ് ഷോയും ഒക്കെ ആയിട്ടാണ് ഇലക്ഷൻ പ്രചാരവേല മുന്നോട്ട് പോയത്. അപ്പോൾ 10 വർഷമായതിൻ്റെ ഒരു മടിപ്പും ആൻറ്റി ഇൻകുംബൻസിയും എല്ലാം കൊണ്ട് UDF നേതൃത്വം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അധികാരത്തിലില്ലാതിരിക്കാൻ കഴിയില്ല എന്നൊരു ചിന്തയിൽ, അതോടൊപ്പം തന്നെ അധികാരം വേണം എന്നുള്ള, അധികാരമില്ലെങ്കിൽ നശിച്ചു പോകുമെന്നുള്ള ഒരു വൈകാരിക ചിന്തയും ഒക്കെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ വോട്ടിംഗ് പാറ്റേണിൽ. പിന്നെ ഇലക്ഷൻ വരെയും UDFലെ എല്ലാ നേതാക്കളും വളരെ ഐക്യത്തോടെ, വിശിഷ്യ കോൺഗ്രസ്സിലെയൊക്കെ എല്ലാ നേതാക്കളും വളരെ ഐക്യത്തോടെ യോജിച്ച പ്രവർത്തനം. സാധാരണ എപ്പോഴും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ പൊട്ടിത്തെറികളില്ലാതെ, റിബലുകളില്ലാതെ, എന്നാൽ മറുവശത്ത് ധാരാളം റിബലുകൾ ഉണ്ടായിരുന്നു താനും. അപ്പോൾ റിബലുകളില്ലാതെ ഒക്കെ വളരെ ഭംഗിയായി ഇലക്ഷൻ അവർക്ക് കൺവീൻ ചെയ്യാനായി എന്നതാണ് സ്ഥിതിവിശേഷം. മറുവശത്തും ഇതുവരെ പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്ന CPIMൻ്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു പാളയത്തിൽ പട പോലെ ഈ സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്ന ആളുകൾ ഒഴികെയുള്ളവർ അവർ പോലും അദ്ദേഹത്തോടൊരു മൃദു സമീപനമാണ് സ്വീകരിച്ചത്. പാർട്ടിക്കകത്ത് നിന്ന് അത്തരത്തിലൊരു ചർച്ചയൊന്നും ഉണ്ടായതായും ഈ ഇലക്ഷനിൽ കാണാനാവില്ല. അപ്പോൾ ഏതായാലും ഈ സൂചനകൾ നോക്കുന്നത് പൊതുവിൽ UDF സർക്കാർ തിരിച്ചു വരും. വലിയ പണ്ട് വന്നതുപോലെ 100 സീറ്റ് 101 സീറ്റ് എന്നൊക്കെ പറയുന്ന ലാൻഡ് സ്ലൈഡിങ് വിക്ടറി ഒന്നും ആരും പ്രവചിക്കുന്നില്ല. 85, 80, 75 to 85 എന്നൊക്കെ പറയുന്ന ഒരു റേഞ്ചിലാണ് ആ പട്ടിക എത്തിച്ചേരുക.